കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഈ പുരാണം കഥകളിലൂടെ ആ കഥകളിൽ തന്നെ കഥാപാത്രങ്ങളുടെ ജീവിത സന്ദേശമുണ്ട്. ഇപ്പോൾ പ്രഹ്ലാദൻ്റെ കഥയിൽ പ്രഹ്ലാദൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണ്. പ്രഹ്ലാദന് നരസിംഹമൂർത്തി കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. അപ്പം ശരിക്ക് പുരാണ കഥകൾക്കകത്ത് കഥകൾക്കാണ് പ്രാധാന്യമെങ്കിലും കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവവുമുണ്ട്. കൂടാതെ കഥാപാത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഉപദേശങ്ങളുണ്ട്. അത് കഥാപാത്രങ്ങളിലൂടെ കൊടുപ്പിക്കുന്നു. ഇപ്പോൾ ആമ മുയലിന് ഉപദേശം കൊടുക്കുന്നു, മുയൽ ആമയ്ക്ക് ഉപദേശം കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഓർമ്മിക്കുക, പുരാണങ്ങളിൽ അസുരന്മാര്, രാക്ഷസന്മാര്, മനുഷ്യര്, രാജാക്കന്മാര്, ദൈവീക ഗുണമുള്ളവര്, പിന്നെ ദേവതമാര്, ഇവരേ ഉള്ളൂ. പുരാണത്തിൽ ഗജേന്ദ്രമോക്ഷം പോലും ആനയുടെ കഥയല്ല, അതൊരു രാജാവിൻ്റെ കഥയാണ്. ആനയായിട്ട് ജനിച്ച ഒരു രാജാവിൻ്റെ കഥ. ഇനി നമ്മൾ പുരാണത്തിൻ്റെ ലെവലിൽ നിന്ന് ഉയർന്നു എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ചെല്ലുന്നത് രണ്ടാമത്തെ ലെവല് മഹാഭാരതത്തിൻ്റെ ലെവലാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വളരെ ക്ലിയറാണ്. 60,000 ശ്ലോകങ്ങൾ കഥകളാണ്. പുരാണത്തിലെ കഥകൾ പോലെയുള്ള കഥകളല്ലാതെ അത് പട്ടിയുടെയും പൂച്ചയുടെയും ആമയുടെയും കഴുകൻ്റെയും ആമയുടെയും മുയലിൻ്റെയും മൂങ്ങയുടെയും കാക്കയുടെയും മുയലിൻ്റെയും സിംഹത്തിൻ്റെയും കരടിയുടെയും ചെന്നായിയുടെയും കീരിയുടെയും കഥകളാണ്. 60,000-ഓളം ശ്ലോകങ്ങൾ. ആ കഥകളെയാണ് ശരിക്കും മഹാഭാരത കഥകൾ എന്ന് പറയുന്നത്. മഹാഭാരത കഥകൾ ശരിക്കും പാണ്ഡവരുടെയും കൗരവരുടെയും ജീവചരിത്രത്തിനെ അല്ല കഥകളെന്ന് പറയാം. പാണ്ഡവരിലും കൗരവരിലും പ്രധാനപ്പെട്ട 20ഓളം വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ 65,000 ശ്ലോകങ്ങളിലൂടെ മഹാഭാരതത്തിൽ കൊടുക്കുന്നു. ഇപ്പം മഹാഭാരതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അസതോമാ സദ്ഗമയ, നമ്മളുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആക്കാൻ നമ്മുടെ മനസ്സിൽ രണ്ടാമത്തെ ലെവലിലേക്ക് ഉയർന്ന വ്യക്തികൾക്ക് തനി പട്ടാമൃഗങ്ങളുടെ കഥ. ആ കഥ എങ്ങനെ മഹാഭാരതത്തിൽ വന്നു? ഇപ്പം ഭീഷ്മര് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്, വിതുരൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്, അതേപോലെ തന്നെ ഭീഷ്മർ അശ്വത്ഥാമാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളുണ്ട്. ആ കഥകള് മഹാഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ഇവര് പരസ്പരം പറഞ്ഞു കൊടുക്കുന്ന കഥകള്, മൃഗങ്ങളുടെ കഥകള്, അത് 60,000-ഓളം ശ്ലോകങ്ങളായിട്ട് ഏകദേശം വരും. കൃത്യമല്ല, ഏകദേശം. ബാക്കി 65,000 ശ്ലോകങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ബാക്കി 65,000 ശ്ലോകങ്ങൾ അതിലിപ്പോൾ ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അതുപോലെ പഞ്ചപാണ്ഡവരുണ്ട്, ധൃതരാഷ്ട്രര്, ഗാന്ധാരി, കുന്തി, ദ്രൗപദി, അപ്പുറത്ത് ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയവര്, ശകുനി തുടങ്ങിയവര്. ഇവരുടെ എണ്ണെടുത്താൽ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് 20 പേരാണുള്ളത്. അപ്രധാനികൾ എന്ന് പറയുന്നവർ കുറേ പേരുണ്ട് മഹാഭാരതത്തിൽ. പക്ഷേ ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ 20 പേരുടെ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി അല്ല, ജീവചരിത്രവും അവർക്ക് വേണ്ടി മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കഥകളുമാണ് മഹാഭാരതത്തിൻ്റെ അന്തസത്ത. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ എന്താ പഠിക്കാം, കഥകളിലൂടെ എങ്ങനെയാണ് പഠിക്കേണ്ടതുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു, ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ല. കാഴ്ചയില്ലാത്ത ഭർത്താവിൻ്റെ ആ കുറവ് പരിഹരിച്ച് കാഴ്ചയുള്ള ഭാര്യ കണ്ണു തുറന്ന് മക്കളിൽ ദുർഗുണങ്ങൾ ഉണ്ടാക്കാതെ വളർത്തിയിരുന്നു എങ്കിൽ ഈ 100 മക്കളും, 100 ഉണ്ടായിരുന്നോ 50 ഉണ്ടായിരുന്നോ എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ, ആ 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ ചത്തു വീണു. എന്താ കാരണം? ആ അമ്മ കണ്ണു തുറന്ന് മക്കളിൽ നന്മകൾ വളർത്തിയിരുന്നെങ്കിൽ ഈ മക്കൾക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലും അമ്മമാര് കണ്ണുകെട്ടി നടക്കുകയും അച്ഛന്മാര് ശരിക്ക് കാഴ്ചയില്ലാത്തവരെ പോലെ ഒന്നും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലമാണ് ഈ കൗരവ കുലത്തിലുണ്ടായത്. പിന്നെ ശകുനിയാണ് ആ വീട്ടിനകത്ത് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത്. പുറത്തു നിന്നുള്ളവരല്ല നമ്മുടെ വീട്ടിലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അകത്തുള്ളവരാണ്. ഇപ്പോൾ ധർമ്മപുത്രർ ചൂത് കളിക്കുമ്പോൾ
കുന്തി മാതാവ് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കാം, മകനെ, നിന്നെ പോലെയുള്ള ഗുണങ്ങളുള്ള വ്യക്തി വ്യഭിചരിക്കരുത്, അതുപോലെ കള്ളു കുടിക്കരുത്, മദ്യപിക്കരുത്, ചൂത് കളിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ധർമ്മപുത്ര ചൂത് കളിക്കുമായിരുന്നില്ല. തടയേണ്ട സമയത്ത് അമ്മ മിണ്ടാതിരുന്നു. ആ ധർമ്മപുത്രർ ചൂതുകളിയുടെ ലഹരിയിൽ ചെന്ന് പെട്ടു, സർവ്വതും പണയപ്പെടുത്തി. മാത്രമല്ല 4 അനുജന്മാരും ജ്യേഷ്ഠൻ ചെയ്തതിനെ എതിർക്കാതെ മിണ്ടാതെ കണ്ടുകൊണ്ടിരുന്നു. ടോളറൻസ് ആണോ സഹിഷ്ണുതയാണോ ഒന്നും അറിഞ്ഞൂടാ. അവർക്ക് അവരുടെ പ്രതിഷേധമെങ്കിലും അറിയിക്കാമായിരുന്നു. ജ്യേഷ്ഠൻ ചൂത് കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്യാം, ഞങ്ങൾ അതിൻ്റെ റിസൾട്ടിനും റിവാർഡിനും പണിഷ്മെൻറ്റിനും ഇല്ല എന്ന് അനുജന്മാര് ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കില്ലെന്നൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ധർമ്മപുത്ര ചൂത് കളിക്കുമായിരുന്നില്ല. അപ്പോൾ അമ്മ തെറ്റുകൾ കണ്ട് എതിർക്കേണ്ട സ്ഥാനത്ത് എതിർക്കാത്തത് കൊണ്ട് ഈ അമ്മയും മക്കളും ബാക്കിയുള്ളവരെല്ലാം കൂടി 13 വർഷം കാട്ടിൽ പോയി നരകയാതന അനുഭവിക്കേണ്ടി വന്നു. എത്ര ക്ലിയറാണ് മഹാഭാരതം. അതേപോലെ ശരിക്കും ധാർമ്മിക ശക്തിയാണ് ജീവിതത്തിലെ വിജയം, മനുഷ്യൻ്റെ എണ്ണത്തിലുള്ള ശക്തിയല്ല. ഇപ്പൊ കൗരവരുടെ കൂട്ടത്തിൽ 11 അക്ഷൗഹിണി പടകളുണ്ടായിരുന്നു. അതേ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ പാണ്ഡവരുടെ കൂട്ടത്തിൽ 7 ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ജയിച്ചത് പാണ്ഡവരാണ്. അപ്പോൾ കൗരവരല്ല ജയിച്ചത്. നിങ്ങൾ നോക്കുക, ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള വ്യക്തിയാണ് ഭീഷ്മര്. ആ ഭീഷ്മര് മാത്രം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. എന്താ കാരണം? ധർമ്മം എന്താണെന്നറിയാമായിരുന്നിട്ടും അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതിൻ്റെ പരിണത ഫലമാണ് ഭീഷ്മർക്ക് മാത്രം ശരശയ്യയെ കിടക്കേണ്ടി വന്നത്. മാത്രമല്ല, ഭീഷ്മര് പ്രതിജ്ഞ ചെയ്തിരുന്നത് ഹസ്തിനപുരം എന്ന രാഷ്ട്രത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ്. പകരം ഹസ്തിനപുരം ഭരിക്കുന്നവരെ സംരക്ഷിച്ചു കൊള്ളാമെന്നാക്കി അദ്ദേഹം ധരിച്ചു. ഇപ്പൊ ഭാരതത്തിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അത് തന്നെയാണ്. നല്ല ഭരണാധികാരികൾ കോൺഗ്രസ്സിലുണ്ട്. പക്ഷേ ഭാരതത്തെ ഭരിച്ചു കൊള്ളാം എന്നുള്ളതിന് പകരം ഒരു കുടുംബത്തിൽ ഇപ്പം നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അയാളുടെ ലവർ, കാമുകിയായി, ഭാര്യയായി, മന്ദബുദ്ധിയായി ഒരു മകൻ രാഹുൽ ഗാന്ധി, ഇവരെ സംരക്ഷിച്ചു കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവനും പ്രവർത്തിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് വന്നൊരു സ്ത്രീക്ക് ഇന്ത്യയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? നമ്മുടെ സംസ്കാരത്തിൻ്റെ 7 അയൽവക്കത്ത് അറിയാത്ത ഒരു മദാമ്മ, അവരുടെ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മകൻ, വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മകളും മകളുടെ ഭർത്താവും, ഇവരെ സംരക്ഷിക്കേണ്ട ഗതികേട് ഈ കോൺഗ്രസ്സിന് വന്നത് ഭീഷ്മർക്ക് ഈ ദുഷ്ടന്മാരെ സംരക്ഷിക്കേണ്ടി വന്നതിന് തത്തുല്യമാണെന്ന് കൂടി മനസ്സിലാക്കാം. രാഷ്ട്രീയത്തിലേക്ക് കിടന്നതല്ല. ഒന്നുകൂടി ഞാൻ ഇടയ്ക്ക് പറയാം. ചിലപ്പോൾ ചിലര് ഇപ്പം ആരും ചോദിക്കാറില്ല, ഒരു 10 കൊല്ലം മുമ്പ് വരെ എന്നോട് ചോദിക്കാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാറ് ഈ ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ എന്തിനാ രാഷ്ട്രീയം പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഭാരതം മുഴുവനും എല്ലാ പൈതൃക ഗ്രന്ഥങ്ങളും ഭരണാധികാരികളുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇപ്പം പുരാണത്തിലെടുത്ത് നോക്കാം. ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത് തന്നെ പരീക്ഷിത് മഹാരാജാവിനാണ്. രാജാവിനാണ് പറഞ്ഞു കൊടുത്തത്. അംബരീഷൻ രാജാവായിരുന്നു, ഹിരണ്യേശ്വര രാജാവായിരുന്നു, പ്രഹ്ലാദൻ രാജാവായിരുന്നു, ധ്രുവൻ രാജാവായിരുന്നു, ജഡഭരതൻ രാജാവായിരുന്നു, മഹാബലി രാജാവാണ്, പ്രാചീന ബർഹിസ് രാജാവാണ്. അതിനകത്ത് നിങ്ങൾ എല്ലാ രാജാക്കന്മാരുടെ കഥകളാണ് പുരാണത്തിലുള്ളത്. മഹാഭാരതം എന്ന് പറയുന്നത് ഭരണാധികാരികളാകാൻ ആഗ്രഹിച്ച പാണ്ഡവരുടെയും ഭരണാധികാരം കയ്യിൽ മുറുകി പിടിച്ച് അധർമ്മം ചെയ്യുന്ന കൗരവരുടെയും ചരിത്രമാണ്. ഇപ്പുറത്ത് രാമായണം നോക്കാം, ദശരഥ കുലത്തിൻ്റെ ചരിത്രമാണ്, അതും ഭരണത്തിൻ്റെ ചരിത്രമാണ്. രാവണന്റെയും ഭരണത്തിൻ്റെ ചരിത്രമാണ്. ബാലി സുഗ്രീവന്മാരും ഭരണാധികാരികളായിരുന്നു. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വിവരിക്കുമ്പോൾ അത് പൈതൃകത്തിൽ നിന്ന് അന്യമായൊരു സബ്ജക്റ്റ് അല്ല. അതിൽ നിന്ന് പഠിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ തിന്മകളും ആ പഴയത് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ വിവരിച്ചില്ലെങ്കിൽ അത് പഴയ കാര്യങ്ങൾ പഴയ ആൾക്കാർക്കുള്ളത് പഴയ ആൾക്കാർ പറഞ്ഞതാണ്. ഇന്നെന്തിനാ ഇതൊക്കെ പറയുന്നതെന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം പറയുക? അത് ഇന്ന് ആവശ്യമാണ്. ഇന്നത്തെ കാലത്തിന് വേണ്ടിയിട്ടാണ് അന്ന് അത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെയും ഇന്നത്തെയും കാലഘട്ടത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പം മഹാഭാരതത്തിലെ ഓരോ അനുഭവങ്ങളും നോക്കാം. തഴച്ചു വളരുമ്പോൾ അവരെ പ്രകൃതി തന്നെ നിയന്ത്രിക്കുമെന്നുള്ളതിന് തെളിവാണ് കൗരവർ ഉന്മൂലനം ചെയ്യപ്പെട്ടത്. കൗരവരുടെ കൂട്ടത്തിലുള്ളവരും ഉന്മൂലനം ചെയ്യപ്പെട്ടു.
നമ്മൾ അറിയാനുണ്ട്. ദ്രോണാചാര്യർക്ക് ഇത്രയും പാത്തറ്റിക് ആയിട്ടുള്ള ഒരു മരണം എന്തുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടായി? വളരെ ലളിതമായ ഉത്തരാണ്. താൻ ശിഷ്യനാക്കി സ്വീകരിച്ച ശസ്ത്രവിദ്യ പഠിപ്പിക്കാത്ത ഏകലവ്യന്റെ പെരുവിരല് ഗുരുദക്ഷിണയായി വാങ്ങിച്ചതിൻ്റെ ശിക്ഷയും കൂടിയാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ഈ ഭീഷ്മ പിതാമഹനെ കുറിച്ച് പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഓരോന്നും തൻ്റെ മക്കള് തിന്മ ചെയ്യുന്നവരാണെന്ന് അറിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടി മാത്രം വാദിച്ച ഒരച്ഛൻ്റെ ഗതികേടാണ് ധൃതരാഷ്ട്രരുടെ ഗതികേട്. മാത്രമല്ല, സദസ്സിൽ വെച്ചൊരു സ്ത്രീ അവഹേളിക്കപ്പെട്ടപ്പോൾ അത് കണ്ടു നിന്ന മറ്റു വ്യക്തികൾ, അവരുടെ ഗതികേടും ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു രാജ്യത്തിൽ ഒരു സ്ത്രീ വസ്ത്രാക്ഷേപത്തിലൂടെ അവഹേളിക്കപ്പെടുമ്പോൾ എന്താണ് ആ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ചെയ്യേണ്ടത്? അത് ചെയ്യാതെ വന്നപ്പോൾ ആണ് ആ ഭരണാധികാരികൾക്കും മക്കൾക്കും പരിണതഫലം ഉണ്ടായത്. ഇതെല്ലാം നമ്മൾ അറിയണം. പിന്നെ മഹാഭാരതം എന്ന ഗ്രന്ഥം ഉണ്ടായത് തന്നെ നെഗറ്റീവിൽ നിന്നാണ് ഉണ്ടായത്. ശരിക്ക് മഹാഭാരതത്തിനകത്തുള്ള ഭഗവത്ഗീത നോക്കുക. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു വീണില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത എന്ന 700 ശ്ലോകമുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന മാനേജ്മെന്റ് ഗ്രന്ഥം ഉണ്ടാവുമായിരുന്നില്ല. ഭഗവത്ഗീത ഉണ്ടായത് BC 3140, 5156 വർഷമായിട്ട് ഇപ്പോഴും അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ലിസ്റ്റിൽ പെടുന്നു ഭഗവത്ഗീത. ഒന്നാമത്തേത് ബൈബിള്, രണ്ടാമത്തേത് ഭഗവത്ഗീതയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ആ മഹാഭാരതത്തില് ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ ഈ മഹാഭാരതം എന്ന ബൃഹത്ത് ഗ്രന്ഥമേ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ തിന്മകളെ നന്മകളാക്കി മാറ്റിയ ഒരു ഉദാഹരണ പരമ്പരകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അതേപോലെ ശ്രീകൃഷ്ണൻ എന്തു പറഞ്ഞോ അത് ചെയ്താലാണ്. ഒരു കാരണവശാലും ശ്രീകൃഷ്ണൻ ആയുധമെടുത്തില്ല. കാരണം അപ്പുറത്തുള്ളവർ കൃഷ്ണന്റെ ശത്രുക്കളല്ല. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ ആയുധം എടുത്തില്ല. അതേ സമയത്ത് ആയുധമെടുക്കാതെ തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് കറക്റ്റ് ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും മറ്റ് യോഗങ്ങൾ പറഞ്ഞു കൊടുത്ത് മാർഗനിർദ്ദേശം നൽകി അവരെ ധാർമ്മികമായിട്ട് വിജയത്തിലേക്ക് എത്തിച്ചു. ഈ മഹാഭാരതത്തില് പുരാണത്തിലേതുപോലെ തന്നെ കഥകളുണ്ട്. ആ കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ കഥകളാണ്. ആ കഥകൾ മഹാഭാരതത്തിൽ പറയുന്നത്, മഹാഭാരതത്തിലെ ചരിത്ര പുരുഷന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഉദ്ദേശിച്ചത് ഭീഷ്മര് പാണ്ഡവർക്ക്, അല്ലെങ്കിൽ ഭീഷ്മര് കൗരവർക്ക്, ദ്രോണര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ വിതുരൻ ധൃതരാഷ്ട്രർക്ക്, മറ്റുള്ളവർക്ക്, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന കഥകളാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ പുരാണങ്ങളില് കഥകളാണുള്ളത്. കഥകളിൽ നിന്ന് നമുക്ക് കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, കഥാപാത്രങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ മഹാഭാരതത്തിൽ ഓർമ്മിക്കാനുള്ളത് അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസസ് ആണ്. പാണ്ഡവരുടെയും കൗരവരുടെയും കൂട്ടത്തിലുള്ള വ്യക്തികളില് പ്രധാനികളായ 20 പേരുടെ ബയോഗ്രഫിക്കാണ് മഹാഭാരതത്തിൽ പ്രാധാന്യമുള്ളത്. അവര് പറയുന്ന കഥകളും അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസും നമുക്ക് സന്ദേശങ്ങളായിട്ടെടുത്ത് രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ലെവലിലേക്ക് പോകണം. ഇപ്പൊ മഹാഭാരതത്തിലെ കഥകൾ മൃഗങ്ങളുടേതാണ്. മഹാഭാരതത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളല്ല, ചരിത്ര പുരുഷന്മാരുടെ അനുഭവങ്ങളാണ്. അതില് ഭീഷ്മരും ഈ പാണ്ഡവരുടെ കൂടെ നിന്നവരും പാണ്ഡവർക്ക് എതിരായിട്ട് നിന്നവര്, അങ്ങനെ ശത്രുപക്ഷത്ത് ഒരേ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള് പരസ്പരം യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മഹാഭാരതം വെച്ചാൽ മതി, പഠിച്ചാൽ മതി. പക്ഷെ മഹാഭാരതം വീട്ടിൽ വെക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് ആരോ പ്രചരിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ മഹാഭാരതം വീട്ടിൽ വെക്കുന്നത് അന്ധവിശ്വാസമാണെങ്കിൽ, അല്ലെങ്കിൽ അത് വെച്ചാൽ വീട്ടിനകത്ത് യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ആണ്. അങ്ങനെ വീട്ടിൽ വെക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാ ഈ മഹാഭാരതം എഴുതിയത്?
വേദവ്യാസൻ മഹാഭാരതം എഴുതിയത് എന്തിനാ? അത് നമ്മൾ പഠിച്ച് അതിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവരുത്, നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവരുത്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതെല്ലാം നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ആ സിനിമയിൽ നന്മകളും തിന്മകളും കണ്ടും കേട്ടും അതിലെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, അതിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം എന്നറിയാൻ ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ സിനിമ കാണുന്നതെങ്കിൽ അതാണ് സിനിമ കാണുന്നതിൻ്റെ ലക്ഷ്യവും മാർഗവും. അല്ല വെറുതെ കുറെ കേട്ടു, കണ്ടു, ചിരിച്ചു, അല്ലെങ്കിൽ കരഞ്ഞു, തിരിച്ചു വന്നു, അത്രേ ഉദ്ദേശമുള്ളൂ എങ്കിൽ ഈ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ പുരാണത്തിൽ പ്രാധാന്യം വരുന്നില്ല. അങ്ങനെ ഒരു കാഷ്വലായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല ലക്ഷ്യവും മാർഗവുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഇതിലെല്ലാത്തിലും ആത്മീയത ചേർത്തിരിക്കുന്നത്. ആത്മീയത ചേർക്കുമ്പോൾ സിൻസിയറിറ്റിയും ഡിവോഷനും ഡെഡിക്കേഷനും കൂടും. ഇപ്പോൾ അമ്മ ഒരു സ്ത്രീയാണ്. അമ്മയെ നമ്മൾ മാതൃദേവോ ഭവ, അച്ഛനെ നമ്മൾ പിതൃദേവോ ഭവ, അധ്യാപകനെ നമ്മൾ ആചാര്യ ദേവോ ഭവ എന്ന് പറയുമ്പോൾ അവരോട് ഒരു വെറും മനുഷ്യരോടുള്ള അറ്റാച്ച്മെൻറ്റോ ബോണ്ടേജോ അല്ല നമുക്കുണ്ടാവുക. കുറേ കൂടി ഡിവോഷണൽ ആയിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിരിക്കും, സിൻസിയർ ആയിരിക്കും, സീരിയസ് ആയിരിക്കും, ആത്മബന്ധത്തോടു കൂടി ആയിരിക്കും നമ്മൾ അവരോട് ചർച്ച ചെയ്യാറുള്ളത്, സംസാരിക്കാറുള്ളത്, പെരുമാറാറുള്ളത്. ഇവിടെ നമ്മൾ പുരാണങ്ങൾക്കും ഭക്തിയുടെ നിറം കൊടുക്കാൻ കാരണം അത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിലുള്ള നന്മകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്താൻ പാകത്തിനുള്ള ഡിവോഷൻ ഉണ്ടാക്കാനാണ് ആത്മീയതയുടെ അളവ് ഒന്ന് കൂട്ടി പറയുന്നത്. മഹാഭാരതത്തിലും അത് തന്നെയാണ്. ആ കഥകളിൽ ഓരോരുത്തരെയും ഒരല്പസ്വല്പമൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പിന്നെ അനുഭവങ്ങൾ വിവരിക്കുന്ന ബയോഗ്രഫി പാർട്ടിലും ഇവരുടെ എല്ലാവരുടെയും കുലീനതയും മഹത്വവും കൂടി വിവരിച്ചുകൊണ്ടാണ് മഹാഭാരതത്തിൻ്റെ വിവരണം വരുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ ഉയരുന്നത് വാൽമീകി രാമായണത്തിലേക്കാണ്. അത് മൂന്നാമത്തെ ലെവലിലാണ് നമ്മൾ വരിക. അവിടെ കഥകളില്ല, അവിടെ ചോദ്യോത്തരങ്ങളില്ല. വാൽമീകി മഹർഷി ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക ചെയ്തത്. ഒരു 2 പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് താഴത്തേക്ക് വീണ ആ ദുഃഖപൂർണമായ മരണത്തിൻ്റെ ദൃശ്യത്തോടു കൂടിയാണ് രാമായണം ആരംഭിക്കുന്നത്. ദശരഥ മഹാരാജാവ് ശ്രവണകുമാരനെ ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് വീഴ്ത്തി ശ്രവണകുമാരൻ്റെ അച്ഛൻ ദശരഥനെ ശപിച്ചു. അത് നെഗറ്റീവ്. പിന്നെ രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിൽ ഒരു കഥ പോലും ഇല്ല. രാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ മാത്രമാണ് വാൽമീകി രാമായണം. അത് വാൽമീകി മഹർഷി ഇങ്ങനെ ഓർഡറായിട്ട് എഴുതിയിരിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് രാമൻ്റെ ബയോഗ്രഫിയാണ്. രാമൻ്റെ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രാമനുമായി ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ അതിൽ വരുമല്ലോ. ആ രാമൻ്റെ ബയോഗ്രഫി എന്തിനാണ് എഴുതിയത്? കഥകളില്ലാതെ ശ്രീരാമചരിതം, ലക്ഷ്മണ ചരിതം, അല്ലെങ്കിൽ രാവണ ചരിതം, ബാലിസുഗ്രീവ ചരിതം, ഹനുമാന്റെ ചരിതം എന്ന് പറയാൻ കാരണം അത് കഥകളല്ല. ഒരു തരത്തിലുള്ള കഥകളും രാമായണത്തിൽ ഇല്ല. ഇവരുടെ അനുഭവങ്ങൾ മാത്രം. ആ അനുഭവങ്ങളും അവർ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങളും ഉണ്ട്. ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ലക്ഷ്മണോപദേശം, ശ്രീരാമൻ ഭരതന് കൊടുക്കുന്ന ഉപദേശം ഭരതോപദേശം, ശ്രീരാമൻ വിഭീഷണന് കൊടുക്കുന്ന ഉപദേശം വിഭീഷണോപദേശം, വസിഷ്ഠൻ ശ്രീരാമന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അങ്ങനെയുള്ള ഉപദേശങ്ങളും ജീവിതാനുഭവങ്ങളും കഥകളില്ലാതെ ശ്രീരാമ കഥ എന്ന പ്രയോഗം തന്നെ തെറ്റാം, ഹനുമാന്റെ കഥ എന്ന പ്രയോഗം തന്നെ തെറ്റാം. കാരണം അത് ഏതുപോലെ ഇരിക്കും? മഹാത്മാഗാന്ധിയുടെ കഥ എന്ന് പറയുന്ന പോലെ ഇരിക്കും. മഹാത്മാഗാന്ധി ഒരു കഥാപാത്ര അല്ല. ശരിക്ക് മഹാത്മാഗാന്ധി ഒരു ചരിത്ര പുരുഷനാണ്. സുഭാഷ് ചന്ദ്രബോസ് ഒരു ചരിത്ര പുരുഷനാണ്. വിവേകാനന്ദൻ ചരിത്ര പുരുഷനാണ്. ശങ്കരാചാര്യരും രമണ മഹർഷിയും ഒക്കെ ചരിത്ര പുരുഷന്മാരാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നവരാവാം, ഇഷ്ടപ്പെടാത്തവരാവാം, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അവരിവിടെ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അത് ഹിസ്റ്ററിയുടെ ഭാഗമാണ്, സ്റ്റോറിയുടെ ഭാഗമല്ല. പിന്നെ വേണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കഥ എന്ന് പറഞ്ഞാൽ തെറ്റാ. മഹാത്മാഗാന്ധി പറഞ്ഞ കഥ അത് കുഴപ്പമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞ കഥ എന്ന് പറയുന്നതിൽ തെറ്റില്ല.
അപ്പോൾ ഓർമ്മിക്കാനുള്ളത് രാമായണത്തിലെ 24,000 ശ്ലോകത്തില് രാമനുമായി ബന്ധപ്പെട്ട 20 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാ പാഠം പഠിക്കുക? ഒന്ന് നോക്കാം. ദശരഥ മഹാരാജാവ് ശ്രവണകുമാരനെ അമ്പെയ്ത് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അമ്പെയ്തത്. അപ്പോ അദ്ദേഹത്തിന് ശാപം ലഭിച്ചു. ആ ശാപം ദശരഥന് ലഭിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു എന്ന് പറഞ്ഞാൽ ആനയെയാണ് അമ്പെയ്തത് എന്നുള്ളത് ശരിയാണല്ലോ. പക്ഷേ ധർമ്മശാസ്ത്ര പ്രകാരം ഒരു രാജാവ്, ചക്രവർത്തി ഒരിക്കലും ആനയെ വേട്ടയാടാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഒരു ധർമ്മശാസ്ത്ര നിയമം അദ്ദേഹം ലംഘിച്ചു. 2, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേട്ടയാടാൻ ഒരിക്കലും പോകരുത്, ഹണ്ടിങ്ങിന് പോകരുത്. ഇത് ആനയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് രാത്രി ആയതുകൊണ്ടാണ്. അപ്പൊ സൂര്യൻ അസ്തമിച്ചു. 2 നിയമം ലംഘിച്ചതിൻ്റെ പരിണതഫലമാണ് അദ്ദേഹത്തിന് ഗതി ഉണ്ടായത്. പിന്നെ ദശരഥൻ കൈകേയിയെ തൻ്റെ കൂട്ടത്തിൽ യുദ്ധത്തിന് കൊണ്ടുപോയി. സാധാരണ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭാര്യമാരെ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. എന്തിനു കൊണ്ടുപോയി? ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്തവരെ കൂട്ടിക്കൊണ്ടു പോകരുത്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാം, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവിടെ പ്രയോജനം ഉണ്ടായി എങ്കിലും പ്രശ്നം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ കൈകേയി ദശരഥനെ സഹായിച്ചതിന് വലിയ അഭിനന്ദനങ്ങളൊക്കെ കൊടുത്ത് എന്തെങ്കിലും പുരസ്കാരം കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാ 2 വരം വാഗ്ദാനം ചെയ്തത്? അപ്പൊ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ ചെയ്യരുത്. കൈകേയി എന്ത് ചെയ്തു? ആ വരം ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. എന്തിനാ അതിനു വേണ്ടി നിന്നത്? ഒരു കാരണവശാലും ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പപ്പ തീർക്കേണ്ടത് അപ്പപ്പ തീർത്തില്ലെങ്കിൽ പിന്നീട് അത് ഹാർട്ട് അറ്റാക്ക് വന്നുള്ള മരണത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിയുക. കൈകേയി നല്ല ചങ്കൂറ്റമുള്ള, ആത്മാർത്ഥതയുള്ള, ധീരയായ സ്ത്രീയാണ്. കേകയ രാജ്യത്തിലെ സൈനികർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ കൈകേയിയാണ്. അച്ഛൻ കേകയ രാജാവ് ഇല്ലാത്ത സമയത്ത് രാജ്യം ഭരിക്കുന്നത് കൈകേയിയാണ്. ആ കൈകേയിക്ക് ഉറച്ച മനസ്സുണ്ടായിട്ടും കൂട്ടുകാരി അല്ലെങ്കിൽ തോഴിയുടെ ഉപദേശത്തിന് കൈകേയി അറിയാതെ വശംവദയായി. നമ്മൾ എന്ത് മനസ്സിലാക്കി അതിൽ നിന്ന്? ഈ ലോകത്തിലെ എത്ര ഉറച്ച മനുഷ്യരും ധീരരും ആരൊക്കെ ഉണ്ടെങ്കിലും ആരും പെർമനൻ്റായിട്ട് ഒരേപോലെ ജീവിക്കുന്നവരല്ല. അവരും പലരുടെ ഉപദേശങ്ങൾ കേട്ടും പല അനുഭവങ്ങളിലും മാറിയും മറിഞ്ഞും അവരവരുടെ വീക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒരു വ്യക്തി നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിയുടെ കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണ്. മന്ദര ഒരിക്കലും കൈകേയിയെ ദുരുപദേശം ചെയ്തിട്ടില്ല. ഒരിക്കൽ ദുരുപദേശം കൊടുക്കാത്ത ആള് ഒരിക്കലും ദുരുപദേശം ചെയ്യില്ലെന്ന് ധരിക്കുന്നതും അബദ്ധമാണ്. ഒരു സമയത്ത് മന്ദര കൊടുത്തു, അത് ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചു. കൈകേയിയുടെ സ്വാർത്ഥത, തൻ്റെ മകനായ ഭരതനെ രാജ്യഭാരം ഏൽപ്പിക്കണം. ആ സ്വാർത്ഥതയുടെ പരിണതഫലം എന്തായി? ദശരഥൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? 3 സ്ത്രീകൾ വിധവകളായി, 4 മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, ഒരു രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെട്ടു, സാമന്ത രാജാക്കന്മാർക്ക് ചക്രവർത്തി നഷ്ടപ്പെട്ടു. അപ്പോ ഒരു സ്ത്രീയുടെ സ്വാർത്ഥതയുടെ പരിണത ഫലം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടത്തിന് വിധേയമായി. അതേപോലെ നോക്കാം, ജ്യേഷ്ഠാനുജന്മാർ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്തു. പരിണത ഫലം ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ച് സ്വന്തം കാര്യം നേടി. നമ്മുടെ വീട്ടിലും നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുകയോ കുടുംബാംഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയോ ചെയ്താൽ പുറത്തുള്ളവരാണ് അതിൻ്റെ മുതലെടുക്കൽ നടത്തുന്നത്. മാത്രമല്ല, സീതാദേവി ലക്ഷ്മണ രേഖ ലംഘിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ലവ് ജിഹാദ് മാതിരിയാ. ഈ ലോകത്തിലെ എല്ലാവർക്കും ലക്ഷ്മണ രേഖയുണ്ട്. സീതാദേവിക്കും ഉണ്ട്, ഭാര്യയ്ക്കും ഉണ്ട്, ഭർത്താവിനുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്, MLA മാർക്കുണ്ട്, എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട്. ലക്ഷ്മണരേഖ ആര് ലംഘിക്കുന്നോ അതാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഏത് വ്യക്തിക്കും ലക്ഷ്മണരേഖയുണ്ട്. അടി തെറ്റിയാൽ അമ്പലത്തിലെ പ്രസിഡന്റും വീഴും, കോളേജിലെ പ്രിൻസിപ്പാളും വീഴും, കമ്പനിയിലെ ഡയറക്ടറും വീഴും, കമ്പനിയിലെ ചെയർമാനും വീഴും, മന്ത്രിയും വീഴും. അടി തെറ്റിയാൽ ആരും വീഴും.
കുരയ്ക്കുന്ന സെക്രട്ടറി, കുരയ്ക്കുന്ന പ്രിൻസിപ്പാള്, കുരയ്ക്കുന്ന വൈസ് പ്രസിഡന്റ് കടിക്കില്ല. കടിക്കുന്ന സെക്രട്ടറി, കടിക്കുന്ന വൈസ് പ്രസിഡന്റ് കുരയ്ക്കില്ല. മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന മാതിരി ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ പീഡിക്കും. ഇതൊക്കെ ശരിക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആര് ലക്ഷ്മണരേഖ ലംഘിച്ചോ അവരുടെ ഗതി ശരിക്ക് നെഗറ്റീവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം. രാവണന് എല്ലാ ക്വാളിറ്റി ഉണ്ട്. 10 വിഷയങ്ങൾ പഠിച്ച ആൾക്ക് 10 തലയുടെ കപ്പാസിറ്റി ഉണ്ട്. ആ രാവണന് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് ഉണ്ട്. അതായിരിക്കും അവരുടെ നാശത്തിന് കാരണമാകുന്നത്. ആ രാവണന്റെ നെഗറ്റീവിന്റെ കൂടെ അനുജനായ കുംഭകർണൻ നിന്നു. രാവണനും കുംഭകർണനും മരിച്ചു. അച്ഛനായ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തില് മകൻ മേഘനാഥൻ നിന്നു. മകനും അച്ഛനും മരിച്ചു. അനുജൻ വിഭീഷണൻ നിന്നില്ല. ജ്യേഷ്ഠന്റെ തെറ്റിന്റെ കൂട്ടത്തിൽ വിഭീഷണൻ നിന്നില്ല. പരിണത ഫലം വിഭീഷണൻ രാജ്യഭാരം ഏറ്റെടുത്ത് ലങ്കയെ ഉജ്ജ്വലമാക്കി. അപ്പോ രാമായണത്തിൽ നിന്ന് 100 കണക്കിന് അനുഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മഹാഭാരതത്തിൽ നിന്ന് 100 കണക്കിന് അനുഭവങ്ങൾ പഠിക്കാനുണ്ട്. മഹാഭാരതത്തിൽ കഥകളും അനുഭവങ്ങളുമുണ്ട്. രാമായണത്തില് ഈ രാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികള് അവര് പറയുന്ന കഥകൾ അതിനകത്തില്ല. അവർ കഥകളേ പറയുന്നില്ല, അവർ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, ജീവിതഗന്ധിയായ. ഇപ്പൊ രാമായണത്തിൽ നമുക്കുള്ളത് അനുഭവങ്ങളും അനുഭവങ്ങളും ഉപദേശങ്ങളുമാണുള്ളത്. ഇപ്പൊ പുരാണത്തിന്റെ ലെവല് കഴിഞ്ഞ് നമ്മൾ ഉയരുമ്പോൾ കഥകളും അനുഭവങ്ങളുമുള്ള മഹാഭാരതത്തിന്റെ ലെവലിലേക്ക്, അവിടെ നിന്ന് നമ്മൾ ഉയരുമ്പോൾ കഥകളില്ലാത്ത വാൽമീകി രാമായണത്തിന്റെ ലെവലിലേക്ക് എത്തും. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, വാൽമീകി രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ അത് ഭക്തിയുടെ മാത്രം ഒരു വായനയാക്കി മാറ്റരുത്. അതിനകത്തുള്ള ഓരോ അനുഭവങ്ങളും, ദശരഥന്റെ അനുഭവം, കൗസല്യയുടെ അനുഭവം, രാമന്റെ അനുഭവം, ലക്ഷ്മണന്റെ അനുഭവം, ഭരതന്റെ അനുഭവം, ഈ അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലോണം ഇപ്പോഴും നല്ലോണം അറിയാം. അതൊന്ന് അയവിറക്കി നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് എങ്ങനെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആക്കാം, എങ്ങനെ നമ്മുടെ മനസ്സിനെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്ന പന്ഥാവിലൂടെ കൊണ്ടുപോകാമെന്ന് നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. പുരാണത്തിൻ്റെ ലെവല്, മഹാഭാരതത്തിൻ്റെ ലെവല്, രാമായണത്തിൻ്റെ ലെവല്. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 എണ്ണം വേദത്തിൻ്റെ ലെവലും ഉപനിഷത്തുക്കളുടെ ലെവലുമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ പാകത്തിന് ഈ ഭാരതത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഈശ്വരവിശ്വാസികളും പഠിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് വേദത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.